ടാങ്ക് വൃത്തിയാക്കി ഇറങ്ങിയ ഞാൻ ഒരു 5 സെക്കൻഡിനാണ് ടാങ്ക് നശിപ്പിച്ചത്. അങ്ങനെ ഒരു 5 സെക്കൻഡ് കൊണ്ട് 4000 രൂപയുടെ നഷ്ടം. നമ്മുടെ കുഞ്ഞു ഷോപ്പ് തുറന്നില്ല കേട്ടോ. കുറെ പേര് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിള്ളേരെ കുറുക്കാണ് ഞാൻ കഴിക്കുന്നത്. ചിലപ്പോൾ കുറച്ചേര് പറയായിരിക്കും ഈ പ്രായത്തിനും അയ്യെ കുറുക്ക് കഴിക്കുന്നതാണ്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും എന്തൊക്കെ വിറ്റാമിൻസ് ഉണ്ടെന്നും ഇത് അറിഞ്ഞവർക്ക് മാത്രമേ അറിയാവൂ. ഇതിന്റെ കൂടെ എല്ലാ സീഡ്സും ഞാൻ എടുത്തു. ഈ പൂച്ചക്കുട്ടികളെല്ലാം കൊടുക്കാൻ ഇട്ടേക്കണം. ഒരു 4 പൂച്ചക്കുട്ടിയുണ്ട് ഇതിന്റെ സെയിം കളറിൽ. എങ്കിലും വേണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം. മെയിൻ പരിപാടി ഇന്ന് നമുക്ക് 2 ടാങ്ക് കഴിവുണ്ടായി. ആദ്യം ഞാനൊന്ന് കയറാൻ നോക്കിയപ്പോൾ ടാങ്ക് എല്ലാം കൂടെ ഒന്ന് ചപ്പിപ്പോയി. ഞാനും അമ്മയും വിചാരിച്ചു ഇന്ന് ടാങ്കിന്റെ കാര്യത്തിൽ തീരുമാനം. പിന്നെ കുറെ നേരം ടാങ്കിൽ കയറാൻ വേണ്ടി ഒന്ന് ബുദ്ധിമുട്ടിയായിരുന്നു. ഫൈനലി നമ്മൾ കയറിയായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് കഴിയുമ്പോൾ അമ്മയാണെങ്കിൽ ടെറസിന്റെ മണ്ടയിൽ തൊട്ട് അപ്പുറത്തൊന്ന് ചാടിയായിരുന്നു. ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരി അപ്പുറത്ത് ഇറങ്ങി പിന്നെ നേരെ ഇങ്ങോട്ട് കയറി വന്നു. പിന്നെ 2 വഴക്കം കൊടുത്തിട്ട് നമ്മൾ ടാങ്ക് ക്ലീൻ ആക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഒരു 5 മാസത്തിൽ ഒരിക്കലും നിങ്ങൾ എപ്പോഴും ടാങ്ക് ക്ലീൻ ആക്കണം, എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഫോർവെൽ ആയതുകൊണ്ട് എങ്ങനെ പോലെ ഒരു 5 മാസത്തിൽ ഒരിക്കൽ നമ്മൾ ക്ലീൻ ആക്കും. ഈ ഒരു വെള്ളം കാണുമ്പോഴാണ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നത്. നല്ല തെളിഞ്ഞിടക്കാണ് ടാങ്കിലെ വെള്ളം. കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത വലിയ ടാങ്ക് കയറിയായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇറങ്ങിയായിരുന്നു. പിന്നെ നേരെ നമ്മൾ അതും ക്ലീൻ ആക്കി. സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ഓഫ് എടുക്കുന്നത് മുമ്പ് ഉൾപ്പെടെ ഞായറാഴ്ച ഞാൻ കടയിടായിരുന്നു. ഇപ്പൊ എനിക്ക് ഞായറാഴ്ച കടയിടാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടം പോലെ പണിയാണ് എനിക്കുള്ളത്. എന്റെ പണി ഞാൻ ചെയ്താലേ പറ്റത്തുള്ളൂ. മെയിനായിട്ട് തുണി അലക്കാനാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 3 മണിക്കൂറൊക്കെ കഴിയില്ല, നിങ്ങൾ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തുകൂടെ. കടയെല്ലാം ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും ഒരു 1 മണിക്കൂർ പിടിക്കും. ഇനി നേരെ നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ ഒരു 1/2 മണിക്കൂറിന് മേളിൽ പിടിക്കും. പിന്നെ നേരെ ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മൾ ജിമ്മിൽ പോകും. ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും. പിന്നെ നേരെ നമ്മൾ വണ്ടിയെല്ലാം കേട്ട് ഒരു കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ നമ്മളൊന്ന് കോവിലിൽ പോയി. ഇവിടെ തന്നെ നമ്മൾ എഡിറ്റിങ്ങും അതുപോലെ മാങ്ങ എടുക്കാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. മാസത്തിൽ ഒരിക്കൽ ഞാൻ ക്ഷേത്രത്തിൽ പോകും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അമ്മേനെ കൊണ്ട് മന്തി കഴിക്കാൻ വിട്ടു. ഇല്ലാതെ ഞാൻ ഒരിടത്തും പോകത്തില്ല. കഴക്കൂട്ടത്താണ് ഞാൻ പോയത്. കുറച്ച് നാൾ മുമ്പ് അറിയുന്നവർക്ക് അറിയാം ഞാൻ ഒരു ഫുഡിയാണ്. അപ്പോൾ ഞാൻ അതിന്റെ പകുതി പോലും ഞാൻ കഴിക്കുന്നില്ല. അമ്മേനെ കൊണ്ട് ആഴ്ച ഒരിക്കൽ ഇങ്ങനെ പോകുന്നത് ബന്ധുകൊണ്ടും ബെറ്റർ ആണ്. ഞാൻ നേരെ ഫുഡ് അടിച്ച ശേഷം നമ്മൾ പമ്പി കയറി ഒന്ന് പെട്രോൾ അടിച്ചു. അത് കഴിഞ്ഞ് നേരെ പോത്തങ്കോട് എത്തിയപ്പോഴാണ് ഇവിടെ എന്തോ ഓഫർ നടക്കണം ഞാൻ വിചാരിച്ചു. പോത്തങ്കോട് എന്തോ വെട്ട് കേസോ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടൊക്കെ നടക്കും. നമുക്ക് നാളെ എടുക്കണം. ഓക്കെ ബൈ.